തിരുവചനം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ തടസ്സങ്ങൾ നീങ്ങിപ്പോകും. വചനങ്ങൾക്ക് അത്ഭുത ശക്തിയുണ്ടോ? ഓരോ വാക്കും നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് മാന്ത്രികമായ പരിവേഷത്തോടെയാണ്. ചിലർ പറയുന്നു വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് തങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾക്ക് കാരണമായിട്ടുണ്ടെന്നാണ്. മറ്റു ചിലരാകട്ടെ വചനം ഇങ്ങനെ ഉപയോഗിക്കാനുള്ളതാണോ എന്ന് സംശയം ഉന്നയിക്കുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റിദ്ധരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനുമായി നൽകപ്പെട്ട ദൈവത്തിന്റെ വാക്കുകൾ ശ്രവിക്കാൻ നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് ക്ഷണിക്കുന്നുണ്ട്. ക്രിസ്തുവിലൂടെയാണ് ഈ വചനം സമ്പൂർണമായതെന്ന് ഹെബ്രായർ ലേഖനം പറയും. അവസാന നാളുകളിൽ ദൈവം ക്രിസ്തുവിൽ സംസാരിക്കുന്നു. വചനത്തിനകമായി ക്രിസ്തുവിനെ തിരിച്ചറിയുന്നതിന് പകരം കാര്യസാധ്യത്തിനുള്ള കേവല ഉപാധിയായി വചനത്തെ തെറ്റിദ്ധരിക്കുന്നതിന്റെ നിരവധിയായ അടയാളങ്ങൾ പ്രഘോഷണ വഴി നമുക്ക് കാണാം. ഈ തെറ്റിദ്ധരിപ്പിക്കലുകൾ ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി വരുന്നു. അതിന്റെ പ്രതിഫലനമാണ് ആദ്യം ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങൾ. വചനത്തിന് മാന്ത്രിക ശക്തിയുണ്ടോ? വചനം അത്ഭുതങ്ങൾ നിറവേറ്റാൻ വേണ്ടിയുള്ളതാണോ? ഇന്ന് അതിനെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. ഈശ്വരന്റെ പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ട മീഡിയ ചാനലിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഏവർക്കും ഈശ്വര കൃപയും സമാധാനവും. മനുഷ്യജീവിതം എന്നും സങ്കീർണമാണ്. ജീവിതത്തിൽ അവർ നേരിടുന്ന ആവശ്യങ്ങളുടെ സമ്മർദ്ദം ഏറിയേറി വരികയുമാണ്. കൂടുതൽ സൗകര്യങ്ങളിലേക്ക് ജീവിതം ഉയരുമ്പോൾ നിശ്ചയമായിട്ടും ആവശ്യങ്ങളുടെ സമ്മർദ്ദം ഏറി വരും. മൊബൈൽ ഫോണുകൾ ഉണ്ടാകുന്നതിന് മുൻപ് ഫോൺ ഒരു അപൂർവ വസ്തുവായിരുന്നു. മൊബൈൽ ഫോൺ പരസ്പരമുള്ള സമ്പർക്കത്തിന് വളരെയേറെ ഗുണം ചെയ്ത ഒരു കാര്യമാണ്, ഒരു ശാസ്ത്രീയ നേട്ടമാണ്. പക്ഷെ ആ ശാസ്ത്രീയ നേട്ടം നമ്മെ കൂടുതൽ ആവശ്യങ്ങളിലേക്ക് നയിക്കുകയാണ്. സാധാരണ ഫോണിൽ നിന്ന് സ്മാർട്ട് ഫോണിലേക്ക്, പിന്നെ കൂടുതൽ സാങ്കേതികതയുള്ള കൂടുതൽ മെച്ചപ്പെട്ട ഫോണുകളിലേക്ക്, ഒന്നിൽ നിന്ന് രണ്ടിലേക്ക് എന്നിങ്ങനെ ആവശ്യങ്ങൾ ഏറി വരികയും നമ്മെ സമ്മർദ്ദപ്പെടുത്തുകയും ചെയ്യാം. അതുകൊണ്ട് ഇവയൊക്കെ ഒഴിവാക്കാമെന്നല്ല. ജീവിതം നേരിടുന്ന ഇത്തരം സാഹചര്യങ്ങൾ എങ്ങനെയാണ് ഒരു ക്രൈസ്തവൻ നേരിടേണ്ടത്? ജീവിതാവശ്യങ്ങൾ നിറവേറ്റിയെടുക്കാനുള്ള നെട്ടോട്ടമായ ജീവിതം കൂടുതൽ തരം താഴുകയാണോ വേണ്ടത്? ജീവിതത്തിന് മൂല്യമറിഞ്ഞ് ഉത്കൃഷ്ടമായ ജീവിതം നയിച്ചുകൊണ്ട് ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുകയാണോ നാം ചെയ്യേണ്ടത്? അതിനെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. ഗൗരവപ്പെട്ട ഒരു വിഷയമാണ്. വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അത്ഭുതം സംഭവിക്കും എന്ന് കുറേയേറെ ആളുകൾ വിശ്വസിക്കുന്നു, കുറേയേറെ ആളുകൾ പ്രചരിപ്പിക്കുന്നു. വചനത്തിന് മാന്ത്രിക ശക്തിയുണ്ട് എന്ന് പലരും തെറ്റിദ്ധരിക്കുന്നു. അതുകൊണ്ട് ജീവിതത്തിലെ ഏത് ആവശ്യങ്ങൾ നേരിടാനും വചനത്തെ ആയുധമാക്കാം, ഉപകരണമാക്കാം എന്ന തെറ്റിദ്ധാരണ കൂടുതൽ പ്രബലമാകുന്ന ഒരു കാലത്താണ് നമ്മുടെ ഈ ആലോചനയിലേക്ക് കടക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ അടുത്ത് വളരെയേറെ പ്രാധാന്യത്തോടെ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കാര്യമാണ് തടസ്സങ്ങൾ നീങ്ങാനുള്ള വചനങ്ങൾ. ദീർഘമായ സംഭാഷണങ്ങൾ ഒഴിവാക്കി ചെറിയ ടിപ്പുകൾ അന്വേഷിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ. ക്യാപ്സൂൾ രൂപത്തിലാണ് നമുക്കെല്ലാം ആവശ്യം. ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ത്രെഡിലുമൊക്കെ നാം കാണുന്നത് ഇത്തരം ചെറിയ ക്യാപ്സൂളുകളാണ്. അധികം നേരം തിരുവചനം ശ്രവിക്കാനോ വചനം ധ്യാനിക്കാനോ നേരമില്ല. പകരം എളുപ്പത്തിലുള്ള ഉപാധിയായി ടിപ്പായി ചില വചനങ്ങൾ. ജോലി ലഭിക്കാത്ത തടസ്സം നീങ്ങാൻ, വിവാഹ തടസ്സം നീങ്ങാൻ, രോഗം മാറാൻ, വിസ കിട്ടാൻ, കടം മാറാൻ എന്നിങ്ങനെ ജീവിതത്തിൽ നാം നേരിടുന്ന നിരവധിയായ ജീവിത സന്ദർഭങ്ങളുടെ പ്രതിസന്ധികളെ മറികടക്കാൻ ക്യാപ്സൂൾ രൂപത്തിൽ വചനം പ്രഘോഷിക്കുക. നിശ്ചയമായിട്ടും തിരക്കിനിടയിൽ, മനുഷ്യന്റെ ജീവിതത്തിന്റെ സമ്മർദ്ദങ്ങൾക്കിടയിൽ, സമയത്തിന്റെ പരിമിതികൾ കൊണ്ട് വീർപ്പുമുട്ടുന്ന മനുഷ്യന് ഒരാശ്വാസമാണ് ചെറിയ സംഭാഷണ ശകലങ്ങൾ. അത് തെറ്റായിട്ട് പരിഗണിക്കാൻ കഴിയില്ല. മനുഷ്യന്റെ തിരക്കുകൾ ഏറുന്തോറും ദൈവത്തിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും ഒക്കെ അകന്നു പോകുന്ന ഒരു ജീവിത സന്ദർഭത്തിൽ ഉപകാരപ്പെടുന്നവയാണ് ഈ ചെറിയ സംഭാഷണങ്ങൾ. പക്ഷെ ജോലിയിൽ നിന്ന് തടസ്സം നീങ്ങിക്കിട്ടാൻ ഈ 5 വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കൂ, അത്ഭുതം സംഭവിക്കും എന്ന് പറയുന്നിടത്ത്, വീടില്ലാത്ത നിങ്ങളുടെ സങ്കടം അകറ്റാൻ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയുന്നിടത്ത്, വിവാഹ തടസ്സം നീങ്ങാനും ജീവിതാവശ്യങ്ങൾ നിറവേറി കിട്ടാനും ഈ വചനം ഉപയോഗിക്കൂ എന്ന് പറയുന്നിടത്ത്, വചനം അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ നിന്നും ലക്ഷ്യത്തിൽ നിന്നും മാറിപ്പോകുന്നുണ്ട്. നമുക്കായി നൽകപ്പെട്ട ദൈവത്തിന്റെ സന്ദേശം, ക്രിസ്തുവിനെ ആന്തരിക പൊരുളായി സ്വീകരിക്കാൻ നമുക്കായി എഴുതപ്പെട്ട സുവിശേഷം ജീവിതത്തിലെ
സാധാരണത്വത്തെ മറികടക്കാനുള്ള, പ്രശ്നങ്ങളെ പരിഹരിച്ചു കിട്ടാനുള്ള കേവല ഉപാധിയായി തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ, ജീവിതത്തിനകത്ത് ഇടപെടാൻ ദൈവം നമുക്ക് നൽകിയ ക്രിസ്തുബോധത്തെ പാടെ അകറ്റി ദൈവത്തെ നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള മൂർത്തിയായി തെറ്റിദ്ധരിക്കുകയും ആ ദൈവത്തോട് ദൈവം പറഞ്ഞ വാക്കുകൾ കൊണ്ട് തന്നെ ഷാഠ്യപ്പെടുകയും ചെയ്യാം. ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ദൈവത്തോട് നമ്മൾ ചോദിക്കുകയാണ്, നീ എന്നെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നിട്ട് പിന്നെ എന്താണ് തടസ്സം? എന്നെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞ കർത്താവേ, എന്റെ ജീവിതത്തിൽ ഇടപെടണമേ. ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കർത്താവിനെ തിരിച്ചറിയാനാണ് വചനം നൽകപ്പെട്ടത്. പക്ഷേ ഇടപെടാൻ നാം ഷഡിക്കുന്നവയിൽ പ്രവർത്തിക്കാൻ ദൈവം നിർബന്ധിതനാകാൻ, അങ്ങനെ ദൈവത്തെ നിർബന്ധിക്കുന്ന ഷാഠ്യത്തിന്റെ വാക്കുകളായി തിരുവചനങ്ങളെ തന്നെ തിരിച്ചു പ്രയോഗിക്കുന്ന ഒരു പ്രകൃതം നമുക്കുണ്ടാവുന്നു. നമ്മുടെ പിതാവ് നമ്മളോട് പറയുകയാണ്, മകനെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, മകളെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിനക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. ആ പിതാവിനോട് നേരെ തിരിച്ച് എന്നെ സ്നേഹിക്കുന്നുവെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എൻ്റെ ഈ ആവശ്യം നിറവേറ്റി തരണം. എൻ്റെ ഈ ആവശ്യം നിറവേറ്റി തരുന്നതിലൂടെ നിങ്ങൾ പറഞ്ഞ വാക്കു പാലിക്കണമെന്ന് പിതാവിനോട് ഷഡ്യപ്പെടുന്നത് പോലെ എന്നെ അനുഗ്രഹിച്ചു എന്ന് നീ പറഞ്ഞ വാക്ക് എന്റെ ജീവിതത്തിൽ ഈ ആവശ്യം നിറവേറ്റി തന്ന് നീ തെളിയിക്കണമെന്ന് ദൈവത്തോട് ഷഡ്യപ്പെടുന്നവരായി നാം മാറിത്തീരുക എന്നുള്ളത് അപകടകരമായ വീഴ്ചയാണ്. സ്നേഹത്തെ ചോദ്യം ചെയ്യലാണ്, പിതൃഭാവത്തെ നിഷേധിക്കലാണ്, കാര്യസാധ്യമാണ്, ദൈവാനുഗ്രഹത്തിന്റെ അടയാളമെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന നിരവധി പ്രഘോഷണങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നമുക്ക് കാണാം. വീടില്ലാത്ത അവസ്ഥയിൽ, ജോലിയില്ലാത്ത അവസ്ഥയിൽ, സാമ്പത്തികമായി തകർന്നിടത്ത്, ജീവിതം നേരിടുന്ന പ്രതിസന്ധികൾക്കകത്തൊക്കെ വചനം വിളക്കായി മാറേണ്ടതാണ്. ആ വചനം എൻ്റെ ജീവിതത്തിൽ വിളക്കായി മാറുന്നതിന് പകരം എൻ്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാനുള്ള ഒരു ഉപകരണമായി, ഒരു ടൂളായി ഞാൻ പ്രയോഗിക്കുന്നത് ശരിയാണോ? വചനത്തെ ഉപയോഗിക്കുന്നു എന്നതാണോ പ്രശ്നം? വചനത്തെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണോ പ്രശ്നം? നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ദൈവം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ആ വചനം നമ്മൾ ഓർക്കുകയാണ്, കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല. ഈ സങ്കീർത്തന വചനം ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടത്തിൽ ഓർക്കാം, ധ്യാനിക്കാം. ആ വചനം ഒരു പ്രത്യാശയിലേക്കാണ് നമ്മെ നയിക്കുക. കർത്താവിൻ്റെ ഇടയനാണ്, എനിക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല. മുട്ടുകളേറെ ഉണ്ടാകുന്ന കഷ്ടപ്പാടിന്റെ സമയത്താണ് നമ്മൾ ഓർക്കുന്നത്. അങ്ങനെ പ്രത്യാശയോടെ ദൈവത്തിൽ ആശ്രയിക്കാൻ ഈ വചനം നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ കർത്താവ് എൻ്റെ ഇടയനാണെന്നും എനിക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ലെന്നും അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെ പറഞ്ഞത് കൊണ്ട് എനിക്ക് മുട്ടുണ്ടാകാൻ പാടില്ല എന്ന് ശഠിക്കുന്നിടത്ത് വചനത്തെ ഞാൻ എൻ്റെ ഇഷ്ടത്തിലേക്ക് മാറ്റുന്നു. ദൈവേഷ്ടം പ്രകടിപ്പിക്കാനായി, ദൈവേഷ്ടം നമുക്ക് മനസ്സിലാക്കി തരാനായി വാക്കുകളിലൂടെ ദൈവം നമ്മോട് സംസാരിച്ച് തിരുവചനത്തെ നമ്മൾ തെറ്റായിട്ട് പ്രയോഗിക്കുന്നു. അത് ഒരു ഷാഠ്യത്തിനുള്ള ഉപാധിയായിട്ട് നമ്മൾ വെക്കുന്നു. ഇവിടെയാണ് പ്രയോഗ വഴിയിൽ വരുന്ന പിഴവ്. തീർച്ചയായിട്ടും വചനം പ്രാർത്ഥിക്കുന്നതും വചനത്തിലൂടെ പ്രാർത്ഥിക്കുന്നതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ക്രൈസ്തവ ജീവിതത്തിൽ. അത് ഒഴിവാക്കാവുന്നതല്ല. ഈശോ തന്നെയും പലപ്പോഴും പഴയ നിയമ വചനങ്ങൾ ഉരുവിടുന്നുണ്ട്. പഴയ നിയമത്തിലെ വചനങ്ങൾ, സങ്കീർത്തന വചനങ്ങളൊക്കെ ഈശോ ഉരുവിടുന്നുണ്ട്. തന്റെ ജീവിതത്തിനകത്ത് ഇടപെടുന്ന ദൈവത്തെ തിരിച്ചറിയുന്നതിന്റെ ഭാഗമായിട്ടാണ് വചനത്തിലൂടെ പ്രാർത്ഥിക്കുന്നതും വചനം പ്രയോഗിച്ച് പ്രാർത്ഥിക്കുന്നതും. പക്ഷേ അതിന്റെ ആത്യന്തിക ലക്ഷ്യം എന്താണെന്നുള്ളത് പരമപ്രധാനമാണ്. വചനത്തെ ഒരു ആത്മീയ ടൂളായി ഈ വചനം പറഞ്ഞ കാര്യം സാധിച്ചെടുക്കാൻ കഴിയുമെന്ന നിലയ്ക്ക് ഉപയോഗിക്കുമ്പോൾ യഥാർത്ഥത്തിൽ വചനം നമ്മുടെ ജീവിതത്തിൽ ഇടപെടേണ്ടത് എങ്ങനെയെന്നതിനെ സംബന്ധിച്ച് നാം നിശ്ചയിക്കുന്ന ഒരു വഴി ഉണ്ടാകുകയാണ്. അങ്ങനെ വചനം നമ്മുടെ കയ്യിലെ ആയുധമായിട്ട് മാറുകയാണ്. ദൈവം നമ്മോട് പറഞ്ഞ സംഭാഷണം, ദൈവം നമ്മോട് സംസാരിച്ചവ, ക്രിസ്തുവിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നവ നമ്മുടെ ജീവിതത്തിന് വെളിച്ചം പകരേണ്ടതാണ്, ഇരുളിൽ പ്രകാശമാകേണ്ടതാണ്. അതിനു പകരം എന്റെ ജീവിതത്തിൽ വചനം എന്ത് ചെയ്യണമെന്നതിനെ സംബന്ധിച്ച് എന്റെ ധാരണകൾ ഞാൻ അടിച്ചേൽപ്പിക്കുന്നു. അത് പ്രാർത്ഥനയായി തെറ്റിദ്ധരിക്കുന്നു. വചനം പ്രയോഗിച്ച് പല രീതിയിൽ പ്രാർത്ഥിക്കാം. ഒന്ന്, വചനത്തെ അടിസ്ഥാനമാക്കി പ്രാർത്ഥിക്കുക. ഇപ്പോ കർത്താവ് സങ്കീർത്തനത്തിൽ നമ്മൾ കണ്ടല്ലോ, കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല. എൻ്റെ ഇടയനായിരിക്കണമേ, എന്നെ വഴിയിലൂടെ നയിക്കണമേ, സ്വതന്ത്രമായി എന്നെ വിടരുതേ എന്ന ഭാവത്തോടെ കർത്താവ് എൻ്റെ ഇടയനാണ് എന്നെനിക്ക് പ്രഖ്യാപിക്കാം. എന്നെ നയിക്കണമേ, ഈ ജീവിത വഴിയിൽ കാലിടറി പോകാതിരിക്കാൻ കൂടെ വരണമേ. അതൊരു പ്രാർത്ഥനയാണ്. ഇത് ക്രൈസ്തവ പ്രാർത്ഥനയുടെ ഏറ്റവും നല്ല ലക്ഷണമാണ്.
അതേസമയം എന്റെ ജീവിതത്തിലെ തടസ്സം നീ മാറ്റിത്തരണം, നീ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇടയനാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നിട്ട് പിന്നെ എന്താ എനിക്ക് വഴിതെറ്റുന്നത്, എന്റെ കാര്യം നടത്തി തരാൻ പറയണ്ടേ, ഇടയനല്ലേ എന്ന് പറയുന്നത് പ്രാർത്ഥനയല്ല. ഇത് വചനത്തിലുള്ള വിശ്വാസത്തിൽ നിന്ന് വചനത്തെ ഒരു ഉപാധിയായി, ഒരു ഉപകരണമായി, ഒരു മാന്ത്രിക വചനമായി തെറ്റിദ്ധരിക്കുന്നതിലേക്കും വീഴുന്നതിലേക്കും കാരണമായിട്ട് മാറും. ആദ്യത്തേത് വചനത്തിലുള്ള വിശ്വാസമാണ്. കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും കർത്താവ് ഇടയനാണല്ലോ എന്ന ഉറപ്പാണ്. രണ്ടാമത്തേത്, നീ എന്റെ ഇടയനാണെങ്കിൽ എനിക്ക് കാര്യം നിർവഹിച്ചു തരണം. അവിടെ നാം നമ്മുടെ ശാഠ്യത്തിലേക്ക് വചനത്തെ കൊണ്ടുവരുന്നു, തെറ്റായിട്ട് പ്രയോഗിക്കുന്നു, ഒരു ഉപാധിയായി മാന്ത്രിക ശക്തിയുള്ള വചനമായിട്ടും തെറ്റിദ്ധരിക്കുന്നു. അപ്പോൾ ഉടനെ അടുത്ത ചോദ്യമാണ്, വചനങ്ങൾക്ക് ശക്തിയില്ലേ? സഭ ഒരിക്കലും തിരുവചനങ്ങൾക്ക് ശക്തിയില്ല എന്ന് പറഞ്ഞിട്ടില്ല. കാരണം വചനത്തിന്റെ ആത്യന്തികമായ അർത്ഥം എന്താണ്, പൊരുൾ എന്താണ്, വചനത്തിൽ എന്താണ് അന്തർലീനമായിട്ടുള്ളത്? ക്രിസ്തുവാണ്. അതുകൊണ്ട് ക്രിസ്തു വചനം ശക്തിയില്ലാത്തതാണെന്നല്ല, പക്ഷെ ആ ശക്തി എന്റെ കയ്യിൽ എനിക്ക് ഉപയോഗിക്കാനുള്ള ഉപകരണമായി മാറുമ്പോഴാണ് അത് തെറ്റായിട്ട് മാറുന്നത്. കത്തോലിക്ക സഭ വചനത്തെ കാണുന്നത് പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ്. ദൈവം നമ്മോട് സംസാരിക്കുക. ജീവിതത്തിലെ പ്രതിസന്ധികളിലും പോരായ്മകളിലും കട്ടതകളിലും ഞെരുക്കങ്ങളിലും ഏത് വഴിയിലും സമൃദ്ധിയിലും ഒക്കെ ദൈവം നമ്മോട് സംസാരിക്കുക. എവിടെയാണ് പോകേണ്ടത്, എങ്ങനെയാണ് ചലിക്കേണ്ടത്, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എന്താണ് ക്രൈസ്തവ ധർമ്മം, എന്താണ് ക്രിസ്തു വെളിപ്പെടുത്തുന്നത്, നമ്മൾ സംസാരിക്കുക. വ്യക്തിപരമായുള്ള സംഭാഷണമാണ്. അതുകൊണ്ട് തന്നെ കുർബാനയിലും ശുശ്രൂഷകളിലും ഒക്കെ വചനം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും. കാരണം എല്ലാത്തിനകത്തും വചനമുണ്ട്. ക്രിസ്തുവാകുന്ന വചനത്തിലേക്ക് പ്രവേശിക്കാനാണല്ലോ നമ്മുടെ യാത്ര, സമ്പൂർണതയിലേക്ക് പ്രവേശിക്കാൻ. അങ്ങനെ യേശുക്രിസ്തുവിൽ ജീവിക്കാൻ വചനം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, ജീവിത കേന്ദ്രമായി മാറേണ്ടതാണ്. ഞാൻ വചനമനുസരിച്ചാണ് ജീവിക്കേണ്ടത്, വചനം എന്റെ ആഗ്രഹം പൂർത്തീകരിച്ചെടുക്കാനുള്ള ഉപകരണമല്ല. അവിടെയാണ് വ്യത്യാസമുള്ളത്. കത്തോലിക്ക സഭ പറയുന്നത് ജീവിത കേന്ദ്രമാകണം വചനം. വചനത്തിനകത്ത് ജീവിക്കണം, വചനം കൊണ്ട് തിരുത്തണം ജീവിതത്തെ, വചനത്തെ ആധാരമാക്കി ജീവിതത്തെ പരിശോധിക്കണം, വചനത്തിലേക്ക് മടങ്ങണം, പരിവർത്തിതമാകണം ഹൃദയം. സഭ അങ്ങനെ പഠിപ്പിക്കുമ്പോൾ ഇത്തരം പ്രഘോഷങ്ങൾ പഠിപ്പിക്കുന്നത് ഈ വചനം നിന്റെ ജീവിതത്തിൽ നിന്റെ കാര്യങ്ങൾ സാധിക്കാനുള്ള ഉപാധിയാണ്, ഉപകരണമാണ്, ടൂളാണ്. വചനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന വഴിയാണിത്. ദൈവം ആരെന്നറിയാനും ദൈവത്തെ സ്നേഹിക്കാനും ദൈവേഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനും അങ്ങനെ ദൈവത്തിൽ സമ്പൂർണ്ണത പ്രാപിക്കാനുമാണ് വചനം നൽകപ്പെട്ടിട്ടുള്ളത്. ക്രിസ്തുവിൽ നാം പരിവർത്തിതരാകേണ്ടതിനാണ് വചനം നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. പകരം നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കാൻ, ദൈവത്തെ മാനസാന്തരപ്പെടുത്താനുള്ള, ദൈവത്തെ നിരന്തരം ഓർമ്മപ്പെടുത്താനുള്ള വാഗ്ദാന വാക്യങ്ങൾ ഉരുവിടുന്ന തരത്തിലേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ മാറിത്തീരുമ്പോൾ അതിന്റെ ആവശ്യത്തിൽ നിന്നും ലക്ഷ്യത്തിൽ നിന്നും വചനം മാറിപ്പോകും. ഈ അടുത്ത ഘട്ട സംഭാഷണത്തിലെ സങ്കീർത്തനം 121 ഉപയോഗിക്കുക. സർവ്വതിന്മകളിൽ നിന്നും കർത്താവ് നിന്നെ കാത്തുകൊള്ളും. ആ വചനഭാഗം എടുക്കേണ്ടത് ഹൈലൈറ്റ് ചെയ്യാം. സർവ്വതിന്മകളിൽ നിന്നും കർത്താവ് നിന്നെ കാത്തുകൊള്ളും. ഈ വചനത്തിൽ ഉറച്ചു വിശ്വസിക്കേണ്ടതാണ്. ജീവിതത്തിൽ നേരിടുന്ന ഒരു പ്രതിസന്ധിയും അവസാനമല്ല. നിന്നെ കാക്കുന്ന കർത്താവ് നിന്റെ കൂടെയുണ്ട്. ഈ ഓർമ്മപ്പെടുത്തൽ ഈ വചനത്തിലൂടെ നമുക്ക് നൽകപ്പെടുന്നു. കർത്താവ് നമുക്ക് സമീപസ്ഥനാണ്, കർത്താവ് നമുക്ക് സമീപസ്ഥനാണ്, എല്ലാവരും നമ്മൾ കാത്തുകൊള്ളും. അതുകൊണ്ട് ധൈര്യത്തോടെ പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ നമുക്ക് കഴിയും. പക്ഷെ ഈ വചനം പറഞ്ഞിട്ട് അതുകൊണ്ട് തടസ്സങ്ങളൊന്നും ഉണ്ടാകരുത്. ഈ വചനം ഉരുവിട്ട് പ്രാർത്ഥിച്ചാൽ തടസ്സങ്ങൾ ഉണ്ടാവുകയില്ല. ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ തടസ്സങ്ങൾ നീങ്ങിപ്പോകും എന്ന് പറയുന്നിടത്ത് വചനം അതിന്റെ ലക്ഷ്യത്തിൽ നിന്ന് മാറുന്നു. നീ വചനത്തിൽ വിശ്വസിക്കുകയും അതുകൊണ്ട് ജീവിതത്തെ നേരിടുകയും ചെയ്യേണ്ടതിന് പകരം നീ ജീവിതത്തിൽ ഈ വചനം ഉരുവിടുമ്പോൾ നിന്റെ ജീവിത പ്രതിസന്ധികൾ നീങ്ങിപ്പോകുമെന്ന് പഠിപ്പിക്കുന്നിടത്ത് വചനം അതിന്റെ ലക്ഷ്യത്തിൽ നിന്ന് മാറുന്നു. ക്രൈസ്തവ ജീവിതം പ്രശ്നങ്ങളെ നേരിടില്ലെന്ന് ക്രിസ്തു ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾക്ക് ലോകത്തിൽ ഞെരുക്കങ്ങൾ ഉണ്ടാകും. അവിടുന്ന് പറയാണ്, നിങ്ങൾക്ക് ലോകത്തിൽ ഞെരുക്കങ്ങൾ ഉണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കൂ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അങ്ങനെയാണ് പറയുന്നത്. നിങ്ങൾക്ക് ലോകത്തിൽ ഞെരുക്കങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ കർത്താവിൽ ഉറച്ചു നിൽക്കാനുള്ള, വിശ്വാസ കേന്ദ്രത്തിലേക്ക് ഹൃദയത്തെ ഉറപ്പിക്കാനുള്ള ദൈവിക വാഗ്ദാനങ്ങളും സംഭാഷണങ്ങളുമാണ് വചനത്തിലൂടെ നമ്മൾ പറയുന്നത്. അതല്ലാതെ നമ്മുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കാനുള്ള ഉപകരണമായിട്ടല്ല അവ നൽകപ്പെട്ടിട്ടുള്ളത് എന്ന കാര്യം ഓർക്കണം. അതുകൊണ്ട് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ലെന്നല്ല, എന്റെ ജീവിതം പ്രതിസന്ധിയിലൂടെയും ഇരുളിലൂടെയും ഒക്കെ കടന്നു പോകുമ്പോൾ ഞാൻ ഈ പ്രകാശത്തിൽ ഉറച്ചു നിൽക്കും, ഞാൻ ഈ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കും. കർത്താവിന്റെ ഇടയനാണ്, സർവ്വതിന്മകളിൽ അവിടെ തന്നെ കാത്തുകൊള്ളും, ഞാൻ എന്റെ കാലിടാൻ അവിടെ നിന്ന് സമ്മതിക്കില്ല, അവിടെ നിന്റെ സ്നേഹമുള്ള പിതാവാണ്, യേശുവിന്റെ രക്ഷകനാണ്, പരിശുദ്ധാത്മാവ് എന്നെ നയിക്കുന്നുണ്ട്,
ഈ ഉറച്ച വിശ്വാസത്തിൽ ജീവിതത്തെ നേരിടാനാണ്. ഈ ജീവിതം നമുക്ക് നേരിടാനുള്ളതാണ്. കുറുക്കു വഴികളില്ലാത്ത ഒരുന്നാണ് ജീവിതം. ജീവിതത്തിന് കുറുക്കു വഴിയില്ല. ആ ജീവിതത്തെ പരിപരുത്ത യാഥാർത്ഥ്യങ്ങളെ വിശ്വാസത്തിൽ ഉറച്ച ഹൃദയത്തോടെ നേരിടാനും ക്രിസ്തുവിലവയെ മറികടക്കാനും ദൈവത്തിന്റെ ആശ്രയത്വത്തിൽ ദൈവത്തെ അനുഭവിക്കുന്നതിലൂടെ വിശ്വാസത്തിൽ പുരോഗമിക്കാനും അങ്ങനെ ഞാൻ ദൈവത്തിന്റെ മകനും മകളുമാണെന്ന വിശ്വാസത്തിൽ ക്രിസ്തുവിനെ പ്രതി അവരിന് വേണ്ടി ജീവിക്കാനുള്ള കരുത്താർജിക്കാനും വേണ്ടിയാണ് ക്രിസ്തുവിൽ വചനം നൽകപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് ലോകത്തിൽ ഞെരുക്കങ്ങൾ ഉണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അങ്ങനെ ലോകത്തെ ജയിച്ച ഒരുവൻ കൂട്ടുണ്ട് എന്ന ബോധ്യത്തോടെ ജീവിതത്തെ നേരിടാനാണ് വചനം ബലം തരേണ്ടത്. അതിനു പകരം ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കാര്യം ഉറപ്പായും നിർവഹിച്ച് കിട്ടുമെന്ന് പറയുന്നിടത്ത് അതിനെ നമ്മൾ തെറ്റായിട്ട് ഉപയോഗിക്കുന്നു. വചനത്തെ നമ്മുടെ കൈപ്പിടിയിലുള്ള ഒരു മാന്ത്രിക വചനമായി നമ്മൾ ഉപയോഗിക്കുന്നു. സുഭാഷിതങ്ങൾ 16:3 പറയും, നിന്റെ പ്രയത്നങ്ങളെല്ലാം കർത്താവിൽ അർപ്പിക്കുക, നീ വിജയിക്കും. നിന്റെ പ്രയത്നങ്ങളെല്ലാം കർത്താവിൽ അർപ്പിക്കുക, നിന്റെ പദ്ധതികൾ വിജയിക്കും, ഫലമണിയും എന്ന് പറയുന്നിടത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന ബോധ്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക. വാസ്തവത്തിൽ ആ വചനം ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ അല്ലെങ്കിൽ പദ്ധതിയിലേക്ക് മുമ്പോട്ട് പോകുമ്പോൾ അനുയോജ്യമായി ധ്യാനിക്കാൻ പറ്റിയ വചനമാണ്. അതിന് ആദ്യ ഭാഗം എന്താണ്? നിന്റെ പ്രയത്നങ്ങൾ കർത്താവിൽ അർപ്പിക്കുക, നിന്റെ എല്ലാ പദ്ധതികളുടെയും കർത്താവായി അവിടത്തെ സ്വീകരിക്കുക, കർത്താവിൽ അർപ്പിക്കുക. സ്വന്തം താല്പര്യങ്ങൾ കൈവിടുക എന്നാണ് അതിനർത്ഥം. നീ ഒരു ജോലി ചെയ്യുന്നു, ഒരു പരീക്ഷയ്ക്ക് പഠിക്കുന്നു, നിന്റെ ഈ പ്രയത്നം നീ കർത്താവിൽ ഉപേക്ഷിക്കുന്നു. എങ്ങനെയാണ്? അതിന്റെ നമ്മുടെ താല്പര്യങ്ങൾ, വിജയം, സാമ്പത്തിക നേട്ടം, ലോക താല്പര്യങ്ങൾ അവയൊക്കെ നമുക്കുണ്ടാവും. ഒരു പരീക്ഷ എഴുതുമ്പോഴാണെങ്കിലും ജോലിക്ക് അപേക്ഷിക്കുമ്പോഴോ വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുമ്പോഴോ ഒക്കെ നമുക്കൊരു ആഗ്രഹമുണ്ട്, നമ്മുടെ താല്പര്യമുണ്ട്. ആ വ്യക്തിഗതമായ താല്പര്യത്തെ കർത്താവിൽ ഉപേക്ഷിക്കുക, നിന്റെ പദ്ധതികൾ വിജയിക്കും. നീ നിന്റെ താല്പര്യങ്ങളെ കർത്താവിൽ ഉപേക്ഷിക്കുമ്പോൾ അതിലൂടെ ഉണ്ടാകാവുന്ന ധനം, സുസ്ഥിതി, ജീവിതാഭിലാഷങ്ങൾ അവയൊക്കെ വേണ്ടെന്ന് വെക്കാൻ, അവയൊക്കെ കർത്താവിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ച് നീ എന്നെ നിയോഗിച്ചിരിക്കുന്ന വഴിയിലാണ്, നീയാണ് പ്രവർത്തിക്കുന്നതെന്ന ബോധ്യത്തോടെ ജീവിക്കാനാണ് ഈ സമർപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പൊ നിന്റെ പദ്ധതികൾ വിജയിക്കും. നിന്റെ പദ്ധതികളെല്ലാം ദൈവഇഷ്ടപ്രകാരമുള്ള പ്രാർത്ഥനയായിട്ട് ജീവിതം മാറണം. അവിടെ ദൈവത്തിന് നിന്റെ പദ്ധതികളെ സമർപ്പിക്കുക എന്നത് മാറ്റിയിട്ട് നിന്റെ പദ്ധതികൾ വിജയിക്കും എന്നിടത്തേക്ക് മാത്രമായി നമ്മൾ എത്തുന്നു. അവിടെ നീയാണ് പരമപ്രധാനം, നിന്റെ പദ്ധതികളിലേക്ക് കുടുങ്ങുന്നു. ഒരു വചനത്തെ അതിന്റെ ആന്തരിക പൊരുളിൽ നിന്ന് നിശേഷം മാറ്റിയിട്ട് അവിടെ നിന്റെ സ്വാർത്ഥം കടന്നു വരുന്നു. ഇപ്പോ ആ വചനം ദൈവത്തിന്റെ സംഭാഷണമായിട്ടല്ല നീ അനുഭവിക്കുന്നത്, നിന്റെ ആഗ്രഹപൂർത്തിക്കുള്ളൊരു മാന്ത്രിക വചനമായിട്ടാണ്. നമ്മുടെ പദ്ധതികളെ ദൈവിക പദ്ധതികൾക്ക് കീഴ്പ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം നമ്മുടെ പദ്ധതികൾ നിറവേറ്റി തരുന്ന അത്ഭുത വചനമാണിതെന്ന് തെറ്റിദ്ധരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ വചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിച്ചതിനെ പൂർണ്ണമായിട്ട് നമ്മൾ നിരാകരിക്കുന്നു. എന്നിട്ട് സ്വാർത്ഥത്തിൽ കുടുങ്ങുന്നു. അവനവനിഷ്ടത്തിന് വേണ്ടി ദൈവവചനത്തെ തെറ്റായിട്ട് പ്രയോഗിക്കുന്നവരായിട്ട് നമ്മൾ മാറിത്തീരുന്നു. പ്രാർത്ഥനയുടെ പരമമായ ലക്ഷ്യം എന്റെ ഇഷ്ടം നിറവേറണം എന്നുള്ളതല്ല, എന്റെ ഇഷ്ടം മാറ്റിവെച്ചിട്ട് നിന്റെ ഹിതം നിറവേറണം എന്നുള്ളതാണ്. ആ നിന്റെ ഹിതത്തിലേക്ക് എന്നെ തന്നെ മാറ്റിത്തെടുക്കുന്നതാണ് പ്രാർത്ഥന. പ്രാർത്ഥനയുടെ അർത്ഥതലങ്ങൾ ഇവിടെ തകർക്കപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ സ്വാർത്ഥത്തിൽ കുടുങ്ങുന്നവരായി, അതിമോഹമുള്ളവരായി ജീവിക്കാനാണ് ഇത്തരം പ്രാർത്ഥനകൾ നമ്മെ പ്രേരിപ്പിക്കുന്നത്. ജെറമിയ 29:11 ഇന്നങ്ങനെ വ്യാപകമായി തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു വചനമാണ്. ഇതിനെക്കുറിച്ചൊരു പദ്ധതി എനിക്കുണ്ട്, സുരക്ഷിതമായ പദ്ധതിയാണത്, പ്രത്യാശാപൂർണമായ പദ്ധതിയാണത് എന്നത് തെറ്റായിട്ട് ഉപയോഗിക്കുന്നു. ആ പ്രത്യാശ എവിടെയാണ് നമ്മൾ കൊണ്ടുവയ്ക്കുന്നത്? ഈ ജോലി കിട്ടാത്തതിൽ അല്ലെങ്കിൽ ജീവിതത്തിലെ പ്രതിസന്ധി കൊണ്ടുവന്ന് വയ്ക്കുക. വാസ്തവത്തിൽ നീ ഏത് വഴിയിലൂടെയാണ് യാത്ര ചെയ്യുന്നതെങ്കിലും നിന്റെ ജീവിതത്തിലെ പ്രയത്നങ്ങൾ എന്ത് തന്നെയായാലും നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. അതുകൊണ്ട് നീ താൽക്കാലികമായ പരാജയങ്ങളെയോ ജീവിത വൈഷമ്യങ്ങളെയോ നേരിടാൻ കഷ്ടതകളോ കടന്നു പോകാം, പക്ഷെ പദ്ധതി ആത്യന്തികമായി എന്റെയാണ്. അതുകൊണ്ട് നിശ്ചയമായിട്ടും നീ പ്രത്യാശയിലേക്കാണ് വളരേണ്ടതെന്നാണ് വചനം ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെ ദൈവത്തെ നീ കണ്ടെത്താൻ ഇടയാക്കുമെന്നാണ്. ജീവിതത്തിന്റെ ഏത് വഴിയിലും ക്രിസ്തുവിനെ അനുഭവിക്കാൻ നിനക്ക് ഇടമുണ്ട് എന്നാണ് വചനം പറയുന്നത്. അത് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ജീവിതത്തിലെ പ്രയത്നങ്ങൾ വിജയിക്കുമെന്ന് തെറ്റിദ്ധരിക്കുന്നിടത്ത് നമ്മുടെ പദ്ധതിയാണ് പരമപ്രധാനമെന്ന് വരുന്നു. ദൈവിക പദ്ധതിയെ തള്ളിക്കളയുന്നു. നാം പോലും അറിയാതെ ദൈവിക പദ്ധതിക്ക് വിരുദ്ധരായി സ്വന്തം താല്പര്യങ്ങൾ കുടുങ്ങിയവരായിട്ട് നമ്മൾ മാറുന്നു.
ഇവിടെ പ്രാർത്ഥനയും വചനവും ദൈവവും എനിക്ക് എന്ത് തരുമെന്ന ചോദ്യമാണ് വരുന്നത്. പ്രാർത്ഥനയും ദൈവവും വചനവും എന്റെ ദൈവീകതയെ വെളിപ്പെടുത്തുകയാണ്. എന്നിലുള്ള ദൈവത്തെ എനിക്ക് കണ്ട് അനുഭവിക്കാൻ, ജീവിതത്തിൽ അനുഭവിക്കാൻ, അങ്ങനെ ക്രിസ്തുമാർഗത്തിൽ സമ്പൂർണ്ണത പ്രാപിക്കാനാണ് ഇവയെല്ലാം. ദൈവം എനിക്ക് എന്തിനാണ്? ദൈവം എന്റെ സമ്പൂർണതയാണ്. ആ സമ്പൂർണതയിൽ എത്തിച്ചേരുകയാണ് എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം. ആ വഴിയിൽ എന്നെ സഹായിക്കുന്നതാണ് വചനം. ആ വഴിയാകട്ടെ ക്രിസ്തുവാണ്. ഈ ബോധ്യത്തിൽ എത്തിച്ചേരുന്നതിന് പകരം ഈ പ്രാർത്ഥിച്ചാൽ എന്ത് കിട്ടും, എന്ത് നേട്ടമുണ്ടാകും? നേട്ടങ്ങളിൽ അധിഷ്ഠിതമായ സങ്കുചിതമായ മാനുഷിക താല്പര്യങ്ങളിലേക്ക് ഞാൻ ചുരുങ്ങിപ്പോകുന്നു. യഥാർത്ഥത്തിൽ പ്രാർത്ഥന വഴി കൈവരിക്കേണ്ട ഔന്നത്യം ദൈവത്തിലായിത്തീരുക, വചനത്തിനനുസരിച്ച് ജീവിക്കുക, ക്രിസ്തുവിൽ സമ്പൂർണത പ്രാപിക്കുക, രക്ഷ അനുഭവിക്കുക എന്ന പരമപ്രധാനമായ കാര്യം തമസ്കരിക്കപ്പെടുകയും സ്വന്തം താല്പര്യങ്ങളെ പ്രതി ലൗകികമായ താല്പര്യങ്ങളിൽ ഞാൻ കുടുങ്ങുന്നു. ആ കുടുക്ക് വചനം ഉപയോഗിച്ച് തന്നെ ആയിത്തീരുന്നു എന്നത് പരിതാപകരമാണ്. ഫിലിപ്പിയർ 4:19 പറഞ്ഞ് പ്രാർത്ഥിക്കണം. വളരെ പ്രധാനപ്പെട്ട വചനമാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളവയെല്ലാം അവിടെ നിന്ന് തരും. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, കർത്താവേ തരണമേ എന്നല്ല പറയേണ്ടത്. ആവശ്യമുള്ളത് തരും എന്ന ഉറപ്പിൽ, വിശ്വാസത്തിൽ ബലപ്പെട്ട് ജീവിക്കാനാണ് വചനം പറയുന്നത്. അങ്ങനെ വചനത്തെ സ്വീകരിക്കേണ്ടതിന് പകരം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആവശ്യങ്ങൾ നിറവേറ്റി തരണമേ. അപ്പോ പ്രാർത്ഥനയുടെ അർത്ഥം മാറി. നമ്മുടെ ഇഷ്ടത്തിലേക്ക് ദൈവത്തെ വലിച്ചയക്കാനുള്ള, ദൈവേഷ്ടത്തെ നമ്മുടെ ഇഷ്ടമാക്കി, ദൈവേഷ്ടം നിറവേറണമെന്ന പ്രാർത്ഥനയ്ക്ക് പകരം നമ്മുടെ ഇഷ്ടം സാധിച്ചെടുക്കാനുള്ള ഒരു മാതിയായിട്ട് ദൈവവചനത്തെ തെറ്റിദ്ധരിക്കുന്നു. ഇതാണ് ഇന്ന് ഈ വചനപ്രയോഗത്തിലൂടെ വരുന്ന അബദ്ധം. അപ്പൊ അതുകൊണ്ട് ആലോചിക്കണം, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല, കർത്താവിന്റെ ഇടയനാണ് എന്ന ബോധ്യത്തിൽ, വിശ്വാസ ബോധ്യത്തിൽ ഉറച്ചു ജീവിക്കാൻ പഠിക്കേണ്ടതിന് പകരം എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന വചനം ഉപയോഗിച്ച് എന്റെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടായിക്കൂടാ എന്ന് ശഠിക്കാനുള്ള ഉപാധിയായി ദൈവവചനത്തെ തെറ്റിദ്ധരിക്കുന്നു. ഓർക്കണം, കർത്താവിന്റെ ഇടയനാണ്, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല എന്ന ബോധ്യത്തിൽ ഉറച്ച് പ്രത്യാശയോടെ ജീവിക്കാനാണ് വചനം നമ്മോട് പറയുന്നത്. എനിക്കൊന്നും കുറവുണ്ടാകുകയില്ല എന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് എന്റെ ജീവിതത്തിൽ ഞാൻ കുറവായിട്ട് കാണുന്നവയൊക്കെ നീ കിട്ടാൻ വേണ്ടി ഈ വചനത്തെ പ്രയോഗിക്കാം എന്ന് വരുന്നിടത്ത് വചനം നമുക്ക് നൽകപ്പെട്ട ലക്ഷ്യത്തിൽ നിന്ന് അകന്നു പോകുന്നു. വചനം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അനുഭവപ്പെടേണ്ടതെന്ന ദൈവിക പദ്ധതിയെ നാം തകിടം മറിക്കുന്നു. സ്വന്തം താല്പര്യങ്ങൾ നേടിയെടുക്കാനുള്ള കേവല മന്ത്രങ്ങളായി, അത്ഭുത ശക്തിയുള്ള മന്ത്രങ്ങളായി വചനങ്ങളെ തെറ്റിദ്ധരിക്കുന്നു. അങ്ങനെ വചനങ്ങൾ മാന്ത്രിക സ്വഭാവമുള്ളവയും എന്റെ ജീവിതാവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള കേവല സൂത്രവാക്യങ്ങളായി തെറ്റിദ്ധരിക്കുന്ന ആധുനികമായ പ്രഘോഷണങ്ങൾ ഏറെ വരുന്നൊരു സന്ദർഭത്തിലാണ് നമുക്ക് ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ടി വരുന്നത്. ഓരോ വചനവും ധ്യാനാത്മകമായി കർത്താവിനെ തിരിച്ചറിഞ്ഞ് കർത്താവിന്റെ വഴിയിലേക്ക് പ്രവേശിക്കാനും പ്രത്യാശയോടെ ക്രിസ്തുവിൽ ജീവിക്കാനും വേണ്ടി നൽകപ്പെട്ടവയാണ്. വചനം എന്റെ ജോലി തടസ്സം മാറാൻ, വീട് കിട്ടാൻ, രോഗം മാറി കിട്ടാൻ, അത്ഭുതങ്ങൾ സംഭവിക്കാൻ, വിസ കിട്ടാൻ, അതിനൊക്കെയുള്ള കേവല ഉപാധിയായി തെറ്റിദ്ധരിക്കുന്നതല്ല യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസം. വചനത്തിലൂടെ നാം ക്രിസ്തുവിനെ അറിയുന്നു. തിരുവചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നു. അങ്ങനെ സംസാരിക്കുമ്പോൾ ആന്തരിക പൊരുളായ ക്രിസ്തുവിനെ നാം അറിയുന്നു. രക്ഷയുടെ ചരിത്രം അറിയുന്നു. നാം എങ്ങനെ രക്ഷിക്കപ്പെട്ടുവെന്നും എങ്ങനെയാണ് ക്രിസ്തുവിൽ ജീവിക്കേണ്ടതെന്നും വചനം നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെ വചനം നമ്മുടെ ജീവിതത്തിന്റെ വഴി വിളക്കായി മാറുന്നു, പാതയിൽ പ്രകാശമായി മാറുന്നു, പാദത്തിന് വിളക്കായി മാറുന്നു. അങ്ങനെ ക്രിസ്തുവാകുന്ന വചനത്തെ ഹൃദയത്തിൽ സ്വീകരിക്കാനാണ് വാസ്തവത്തിൽ നമുക്ക് കഴിയേണ്ടത്. കത്തോലിക്ക പ്രാർത്ഥനയുടെ കേന്ദ്രം അതാണ്. ദൈവാനുഗ്രഹം എന്ന് പറയുന്ന ദൈവത്തിന്റെ കൂട്ടായ്മയാണ്. ക്രിസ്തുവിനെ ജീവിതത്തിൽ അനുഭവിക്കുകയും ജീവിത വഴിയിൽ ക്രിസ്തു മാർഗത്തിൽ പുരോഗമിക്കുകയും ചെയ്യാൻ വേണ്ടിയാണ് വചനം ക്രൈസ്തവ പ്രാർത്ഥനയിൽ, കത്തോലിക്ക പ്രാർത്ഥനയിൽ ഉപയോഗിക്കുന്നത്. അതല്ലാതെ നമ്മുടെ കേവല ഉപയോഗത്തിനായി, നമ്മുടെ താല്പര്യങ്ങൾ നിറവേറി കിട്ടാനുള്ള ഉപാധിയായിട്ടല്ല. ഏറ്റവും പരിതാപകരമായ സ്ഥിതി, പലപ്പോഴും ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ നൽകുന്നത് പുരോഹിതർ തന്നെയാണെന്നുള്ളതാണ്. നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പൗരോഹിത്യ വസ്ത്രമണിഞ്ഞതുകൊണ്ടോ ദിവ്യകാരുണ്യ സന്നിധിയിൽ നിന്ന് പറഞ്ഞതുകൊണ്ടോ അതല്ലെങ്കിൽ കത്തോലിക്ക പ്രാർത്ഥനയുടെയും ആരാധനയുടെയും ഘട്ടങ്ങളിൽ പറഞ്ഞതുകൊണ്ടോ ഒരാൾ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും കത്തോലിക്ക വിശ്വാസവുമായി ചേർന്നു പോകുന്നതാകണമെന്ന് നിർബന്ധമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, വചനത്തെക്കുറിച്ചും ക്രൈസ്തവ ജീവിതത്തെക്കുറിച്ചും കത്തോലിക്ക സഭ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ആ പാഠങ്ങളുമായി ചേർന്നു പോകാത്ത കാര്യങ്ങൾ
പുരോഹിതരും ശുശ്രൂഷകരും പറഞ്ഞേക്കാം. അവരുടെ ജീവിത വീക്ഷണവും അവരുടെ ചിന്താ പദ്ധതികളും ഒക്കെ ഈ വചനത്തെ വ്യാഖ്യാനിക്കുമ്പോഴും വചനം പ്രഘോഷിക്കുമ്പോഴും അതിൽ കടന്നുകൂടാം. അതിൽ നിന്ന് യഥാർത്ഥ വിശ്വാസത്തെ തരംതിരിച്ചെടുക്കാൻ നമ്മിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. പരിശുദ്ധാത്മാവിന്റെ വെളിച്ചത്തിൽ കാര്യങ്ങൾ കാണാൻ പറ്റണം. വെളിവിന്റെ കതിരുകളാണ് പരിശുദ്ധാത്മാവിൽ തിരഞ്ഞെടുക്കാൻ നമുക്ക് കഴിയണം. അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയിൽ നമ്മൾ ഉറപ്പിക്കും. ക്രിസ്തുവചനത്തിന് പകരം ഒരു വ്യക്തി പറയുന്ന വചനം പരമപ്രധാനമായി മാറും. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ക്രിസ്തുവിന്റെ പൂർണ്ണതയിലേക്കാണ് നാം എത്തേണ്ടത്. നിന്റെ ഹിതം നിറവേറട്ടെ എന്ന് പറയുന്ന ഗെത്സെമനിയിലെ ക്രിസ്തുവിന്റെ പ്രാർത്ഥന, എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടമാണ് നിറവേറേണ്ടത് എന്ന ക്രിസ്തുവിന്റെ ബോധം, ആ ബോധത്തിലേക്കാണ് നാം വളരേണ്ടത്. നാം പഴയ നിയമത്തിൽ കുടുങ്ങിക്കിടക്കുകയല്ല, ക്രിസ്തുവിലേക്ക് വളരുകയാണ്. ക്രിസ്തു എങ്ങനെയാണ് സ്വയം സമർപ്പിച്ചത്? എന്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് പറയും വിധം സ്വയമായി തീരാൻ നമ്മെ പ്രാപ്തമാക്കുന്നതാണ് ക്രിസ്തുവിലുള്ള അറിവ്. അങ്ങനെയാണ് നമ്മൾ വളരേണ്ടത്. അതുകൊണ്ട് അതല്ലാതെ ജോലിക്കൊരു വചനം, വീടിനൊരു വചനം എന്നിങ്ങനെയുള്ള താൽക്കാലികതകൾ തേടിയുള്ള ഒന്നാക്കി നമ്മുടെ വിശ്വാസത്തെ അധപ്പതിപ്പിക്കാൻ നാം തയ്യാറാകരുത്. ജോലിക്ക് പ്രശ്നമുള്ളപ്പോഴാണെങ്കിലും, വീടില്ലാത്തപ്പോഴാണെങ്കിലും, കഷ്ടത അനുഭവിക്കുമ്പോഴാണെങ്കിലും ഒക്കെ വചനം ഓർത്ത് പ്രാർത്ഥിക്കാം. നിന്റെ വഴികളിൽ നിന്നെ കാക്കാൻ എന്റെ ദൂതനുണ്ട്, ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് പറയുന്ന ക്രിസ്തുവചനത്തെ ഓർക്കാം. ഫലപ്രാപ്തി ഇല്ലാതെ ജീവിതത്തിൽ വീണു പോകുമ്പോ ആഴത്തിലേക്ക് നീക്ക് വലയെറിയാൻ പറഞ്ഞ കർത്താവിനെ ഓർക്കണം. എന്നെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. എനിക്ക് 100 മേനി വിളവ് കിട്ടണമെന്നല്ല പ്രാർത്ഥിക്കേണ്ടത്, നിന്റെ ഇഷ്ടത്തിലായിത്തീരാൻ എന്നെ കരുത്തുള്ളവനാക്കണമെന്ന് പ്രാർത്ഥിക്കണം. വചനം പറഞ്ഞാൽ അത്ഭുതം നടക്കുമെന്ന് പറയുന്ന ഈ പഠിപ്പിക്കലുകളുടെ അപകടം എന്താ? ഒന്ന്, ഒരു തെറ്റിദ്ധാരണയിൽ എത്തുന്നു. വചനത്തിന് ഒരു മാന്ത്രിക സ്വഭാവമുള്ളതായി, മാന്ത്രിക പരിവേഷമുള്ളതായി തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു. രണ്ടാമത്തെ ഭാഗം, ഞാൻ വേണ്ട വിധം വചനം പറഞ്ഞില്ല, ഞാൻ വേണ്ട വിധം ആ വചനത്തിൽ വിശ്വസിച്ചില്ല എന്ന് നിരാശയിലേക്കും കുറ്റബോധത്തിലേക്കും ഒരാൾ വീഴുന്നു. നിങ്ങൾക്ക് പ്രകാശമായി നൽകപ്പെട്ട വചനത്തെ നിങ്ങളുടെ ജീവിതത്തെ നിരാശയിലേക്ക് തള്ളാനുള്ള കാരണമായിട്ട് അത് മാറുന്നു. ഒരു ധ്യാനം കൂടിയപ്പോൾ ഒരു സഹോദരി പറഞ്ഞ വാക്ക് ഹൃദയഭേദകമായ വാക്കാണ്. കിഡ്നി സംബന്ധമായ രോഗമുള്ള ഒരു സഹോദരിയാണ്. ഒരു ധ്യാനത്തിൽ പങ്കെടുത്തിട്ട് നമ്മളെ കാണാൻ വരികയാണ്. വളരെ നിരാശപ്പെട്ടാണ് അവർ വരുന്നത്. അവർ പറയുന്നത് കർത്താവിനെ തൊട്ടില്ല എന്നാണ്. കർത്താവിനെ തൊട്ടില്ല എന്ന് രണ്ടർത്ഥമാണ് അവർ പറയുന്നത്. ഞാൻ നീചപാപിയാണ്. സകല പാപികളെ രക്ഷിക്കാനായി കുരിശിൽ മരിച്ച് നമുക്ക് രക്ഷ പ്രദാനം ചെയ്ത ഒരുവന്റെ വാക്ക് കേട്ടിട്ട് തിരിച്ചു വന്നിട്ട് പറയാണ്, എന്നെ അവിടെ നിന്ന് കൈവിട്ടു. കടുത്ത നിരാശയിലാണ്. രണ്ടു തരത്തിലാണ്. ഒന്ന്, ദൈവത്തെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ, എന്റെ പരിതാപം കാണാത്ത ദൈവം, കരുണയില്ലാത്ത, കരളറിയാത്ത ദൈവം. അവിടെ പരമകാരുണികനായി സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി അർപ്പിച്ച ക്രിസ്തുവിന്റെ ത്യാഗം വിസ്മൃതമാകുന്നു. ദൈവത്തിന്റെ സ്നേഹം നമ്മൾ അവഗണിക്കുന്നു. രണ്ടാമത്, അവനവന്റെ പാപാവസ്ഥയോർത്ത് ഞാൻ ഇങ്ങനെ നീചപാപിയാണ്, ദൈവത്തിന് പോലും തൊടാൻ കഴിയാത്ത വിധം വീണുപോയവനാണ് എന്ന് പറയാണ്. ഒരു ധ്യാനാവസരത്തിൽ വചനം കേൾക്കാനായിട്ട് പോകുന്നയാൾ ഹൃദയം തകർന്നല്ലേ പോവുക. പരമാശ്രയമാണ്, വേറെ മറ്റു മാർഗമില്ല, നീ മാത്രം ആശ്രയം. അങ്ങനെ പോകുന്ന ഒരാൾ തിരികെ വരുന്നത് ഇത്തരം വേദനയിലാണെങ്കിലും തിരിച്ചറിയേണ്ട ഒരു കാര്യം, നാം ഏതവസ്ഥയിലായിരിക്കുമ്പോഴും ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നാം ജീവിക്കുന്നത്. നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നു. ആ ബോധ്യത്തിൽ എത്തിച്ചേരുകയും കർത്താവ് എന്റെ ഇടയനാണ്, എന്റെ നാഥനാണ് എന്ന ബോധ്യത്തിൽ എത്തിച്ചേരുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥ രക്ഷണാനന്ദം അനുഭവിക്കാൻ കഴിയുക. അങ്ങനെയുള്ളത് കൊണ്ടാണ് ക്ഷയരോഗം വന്ന് ചുമയ്ക്കുമ്പോൾ, രക്തം തുപ്പുമ്പോൾ കൊച്ചുദേശിക്ക് ഉണ്ണീശോയുടെ കളിക്കൂട്ടായിട്ട് താൻ മാറുന്നു, ഒരു കളിപ്പന്തായിട്ട് താൻ മാറുന്നു എന്ന ബോധ്യത്തിലേക്ക് വരാനും ആനന്ദ പാരവശ്യത്തിലേക്ക്, സ്നേഹാനുഭവത്തിലേക്ക് വരാനും കഴിയുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞത് നിങ്ങൾ വളരെയധികം കേട്ടിട്ടുള്ള ഒരു പുരോഹിതന്റെ സുവിശേഷ പ്രഘോഷത്തിന്റെ ഭാഗമായി വന്ന ചില പരിമിതികളെയും പിഴവുകളെയും കുറിച്ച് പറയാനാണ്. പുരോഹിതരെ ആകെ അടച്ചാക്ഷേപിക്കാനോ കുറ്റപ്പെടുത്താനോ അല്ല. ഒരാൾ പറഞ്ഞ വ്യക്തിപരമായ വചനത്തിന്റെ വ്യാഖ്യാനത്തിലും അവതരണത്തിലും വന്ന പിഴവുകൾ നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു വചനം എപ്രകാരം നാം പ്രയോഗിക്കണമെന്ന യാഥാർത്ഥ്യത്തിലേക്ക് തിരികെ വരാൻ വേണ്ടിയാണ്. പുരോഹിതൻ പറഞ്ഞതുകൊണ്ടോ ഏതെങ്കിലും ശ്രേഷ്ഠനായ വ്യക്തി പറഞ്ഞതുകൊണ്ടോ ഒരു കാര്യം നാം സ്വീകരിക്കുകയല്ല. ദൈവവചനം ഒരു കുട്ടി പറഞ്ഞാലും സ്വീകരിക്കണം. അതുകൊണ്ട് എവിടെയെങ്കിലും ഈ വചനം പറഞ്ഞ കാര്യം നടക്കും, കൃത്യമായിട്ട് ഇത് പറയുക, ഉരുവിട്ട് പ്രാർത്ഥിക്കുക, എത്ര പ്രാവശ്യം എഴുതുക, ഇങ്ങനെ പറയുക, ഈ വചനം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചാൽ അത്ഭുതം സംഭവിക്കുമെന്ന് കേട്ടാൽ അതിൽ ആടി ഉലയരുത്. കർത്താവ് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി
തിരുവചനത്തിലൂടെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. ആ പദ്ധതി നാശത്തിലേക്കുള്ള പദ്ധതിയല്ല, എന്നാൽ ഞെരുക്കങ്ങൾ ഉണ്ടാവും. ധൈര്യമായിരിക്കും, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ക്രിസ്തു നമുക്ക് വേണ്ടി നേടിത്തന്ന രക്ഷയുടെ വിജയം ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും ഓരോ സമസ്യയിലും അനുഭവപ്പെടണം. അതുകൊണ്ട് പ്രാർത്ഥിക്കാം, നിന്റെ ഇഷ്ടത്തിലേക്ക്, നിന്റെ സമ്പൂർണതയിലേക്ക്, നിന്റെ സ്നേഹാനുഭവത്തിലേക്ക് എന്നെ വളർത്തണമേ. നേരിടുന്ന പ്രതിസന്ധികളൊക്കെ ഓർക്കാം. ആ പ്രതിസന്ധികളൊക്കെ ദൈവസന്നിധിയിൽ നമുക്ക് തുറന്നു വെക്കാം. നിന്റെ മഹത്വം എന്നിൽ പ്രകാശിപ്പിക്കണമേ. നമ്മൾ ആരും പാടല്ല. ഈ ലോകത്ത് ജനിക്കുന്ന ഒരു മനുഷ്യനും പാടല്ല. സർവപ്രപഞ്ചത്തിനും ദൈവം ആരെന്ന് വെളിപ്പെടുത്താനുള്ള വരവുമായിട്ടാണ്, ദൗത്യവുമായിട്ടാണ് നാം വന്നിട്ടുള്ളത്. ജീവിത വഴിയിൽ അവരിന് വെളിച്ചമായി മാറാൻ, അവരിന് ഭക്ഷണമായി മാറാൻ, തുണയായി മാറാൻ, പരിശുദ്ധാത്മാവിൽ ക്രിസ്തു അനുഭവത്തിന്റെ സമ്പൂർണ്ണതയിൽ എത്തിച്ചേരാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ, തിരുവചനം അപ്രകാരം വഴിവിളക്കായി ഞങ്ങളുടെ ഹൃദയത്തിൽ തെളിയാൻ അവിടെ നിന്ന് ഞങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ആ പ്രാർത്ഥനയിൽ നമുക്ക് ഒരുമിക്കാം. ആരെയും വിമർശിക്കാനോ കുറ്റപ്പെടുത്താനോ അല്ല, നമുക്ക് സത്യമാർഗത്തിൽ പുരോഗമിക്കാൻ കഴിയണം. ജീവിതത്തിന്റെ പരിപരുത്ത യാഥാർത്ഥ്യങ്ങളിൽ പതറിപ്പോകാതെ, തട്ടി ഉടഞ്ഞു പോകുന്ന യാനമായി മാറാതെ നിത്യതയിൽ പ്രവേശിക്കാൻ കഴിയണം. ദൈവം സമൃദ്ധമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ സംഭാഷണം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവെക്കുക. നമുക്ക് ഒന്നിച്ച് മുൻപോട്ട് പോകാം. ദൈവത്തിന്റെ സ്നേഹവും സമാധാനവും നിങ്ങളെ ഭരിക്കട്ടെ. ആമേൻ.